ഇല്ലേ നിങ്ങൾക്കറിയുന്നത് പറയും, കോൺഗ്രസിന് അറിയുന്നത് പറയും. ഇത് നടപ്പാക്കാൻ വൈകിയതിൻ്റെ കുറ്റം മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കുമാണ്. കുട്ടികൾ കിട്ടേണ്ട ആനുകൂല്യങ്ങൾ ഇല്ലാതായി. നോക്കൂ, 25 കൊല്ലം മുമ്പ് നമ്മൾ അറിയേണ്ട കാര്യമാണ്. 25 കൊല്ലം മുമ്പ് വിദേശ സർവകലാശാലകളുടെ ഓഫ് ക്യാമ്പസ് കേരളത്തിൽ വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് TP ശ്രീനിവാസനെ അടിച്ച് നിലത്തിട്ടത്. ഇപ്പോൾ ഈ സർക്കാർ വിദേശ സർവകലാശാലകളുടെ ഓഫ് ക്യാമ്പസുകൾ വേണമെന്ന് പറയുന്നില്ലേ? അപ്പോൾ 25 കൊല്ലം നമ്മളെ കുട്ടികൾ വിസ എടുത്ത് പണം ചിലവഴിച്ച് കോടിക്കണക്കിന് രൂപ ലക്ഷക്കണക്കിന് രൂപ ചിലവഴിച്ച് നമ്മളെ കുട്ടികൾ വിദേശത്ത് പോയി പഠിക്കുന്നു. ഇപ്പോൾ ഇവിടെ അവർക്ക് ക്യാമ്പസ് വരുന്നു. അതിപ്പോൾ ഇത് വലിയൊരു അനീതിയാണ്. ചരിത്രത്തോട് ചെയ്യുന്ന, പുതിയ തലമുറയോട് ചെയ്യുന്ന വലിയൊരു അനീതിയാണ് ഈ കാര്യം. മുഖ്യമന്ത്രി ഡൽഹിയിൽ പോകുന്നതിന് ഞാൻ എന്ത് ചെയ്യാനാണ്? അല്ലാതെ മുഖ്യമന്ത്രി അല്ല, അതവരുടെ അതിനിവിടെ സർ അറിയില്ല, ഇവിടെ രാജഭരണമല്ലെന്ന്. ഇവിടെ രാജഭരണമല്ലേ, ഇത് ജനാധിപത്യ ഭരണമാണോ? അല്ല, ഞാൻ ചോദിക്കുന്നത് കേരളത്തിൽ രാജഭരണമാണ്. നിങ്ങൾ അതിനെപ്പറ്റി പറയേ. സ്വന്തം മന്ത്രിമാരോട് പറയാത്തതിന് ഞങ്ങൾ എന്തിനാണ് ആക്ഷേപിക്കുന്നത്? എൻ്റെ ചോദ്യം ഇതാണ്. സ്വന്തം മന്ത്രിസഭയിൽ ഈ കാര്യം പറയേണ്ടത് ഞങ്ങളല്ലല്ലോ, അവരല്ലേ? അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ അല്ലല്ലോ പറയേണ്ടത്. കേന്ദ്ര സർക്കാർ ഒപ്പിടുമ്പോൾ നീ GR അനിലിനോട് പറഞ്ഞോ, രാജനോട് പറഞ്ഞോ എന്ന് ചോദിക്കില്ലല്ലോ. അല്ല പിന്നെന്താണ്? അല്ല, എന്തിനാ അതിൻ്റെ ആവശ്യമെന്ന്? നേരെ ഒപ്പിടാമല്ലോ. ഞാനും അതിനെ ചോദിക്കുന്നത്, നേരെ ഒപ്പിടാമല്ലോ. സംശയിക്കുന്നത് എന്തിനാണ്? ഞങ്ങൾക്ക് എന്തായാലും ഉള്ളതെന്ന് ഞങ്ങളിത് അപ്പോഴേ പറയുന്നത്. ഇപ്പോഴും ഞങ്ങളുടെ നിലപാട് മാറ്റിയിട്ടില്ലല്ലോ. കൂടുതൽ താല്പര്യമൊന്നുമില്ല, കാശിൻ്റെ ബുദ്ധിമുട്ടാണെന്നാണ് ഇവർ പറയുന്നത്. ഇത് നടപ്പാക്കാതിരിക്കാൻ പറ്റില്ലെന്ന്. ഇതൊക്കെ നടപ്പാവും. ഇപ്പോൾ വഖഫ് നിയമം നടപ്പാക്കില്ലെന്ന് പറഞ്ഞാൽ എന്താ, കേരളം വേറെ രാജ്യമാണോ? തമിഴ്നാട് ഇപ്പോൾ പൊളിയുന്നേ, അവർ പൊളിഞ്ഞ് പാളീസായിട്ട് അവർ നടപ്പാക്കേണ്ടി വരും. അല്ല, തമിഴ്നാടിനെയും ബംഗാളിനെയും ഇരുട്ടിൽ നിർത്തിയെന്നാണ് ഇവർ പറയുന്നത്. ആര്? CPM ഇവർ സമർത്ഥന്മാരാ. ഇവർക്ക് മനസ്സിലായി തമിഴ്നാടിനും ബംഗാളിനും കൈ കാശുണ്ട്, കുറച്ചു കാലം കൂടി പിടിച്ചേക്കാൻ പറ്റും. ആ കോടതിയൊന്നും അംഗീകരിക്കില്ല. രാജ്യം നടപ്പാക്കിയ ഒരു നിയമം ഒരു സംസ്ഥാനം മാത്രം നടപ്പാവില്ല എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ വേറെയാണെന്ന് വിചാരിക്കേണ്ടി വരില്ലേ? ഒരു കോടതിയിൽ നിൽക്കില്ല. അല്ലെങ്കിൽ അങ്ങനെ തന്നെയല്ലേ പണ്ട് മുതലേ. ഇവരാദ്യം ഓരോ കുറേ കാര്യങ്ങൾ പറയും, അപ്പം ഞങ്ങൾ ശരിയായ നിലപാട് പറയും. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവരെ പാർട്ടി കോൺഗ്രസ് കൂടിയിട്ട് അതായിരുന്നു ശരിയെന്ന് പറയും. കുറച്ച് സമയം എടുക്കും. ട്യൂബ് ലൈറ്റ് പോലെയാണ് CPM, പെട്ടെന്ന് കത്തൂല. 4 കൊല്ലം എടുക്കും. പോരാട്ടം തുടരുമായിരിക്കും. അതിപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. പോരാട്ടം തുടർന്നോട്ടെ, കാര്യങ്ങൾ കരിക്കുലം പരിഷ്കരണമൊക്കെ നടക്കും. തന്ത്രം എന്ന് പറയുന്നത് അവിടെ ഇരിക്കുന്ന ഒരു പൊട്ടന്മാരാണോ? ആണല്ലോ, ജനങ്ങൾക്കിടയിൽ ഒരു പ്രചരണം അല്ലേ. PM ശ്രീ പദ്ധതിയുടെ കാര്യത്തിൽ ഞങ്ങൾ പറഞ്ഞതായിരുന്നു ശരി. കോൺഗ്രസ് ഗവൺമെൻറ്റുകളെല്ലാം ഒപ്പിട്ടു. ഇപ്പോൾ ഒപ്പിടാത്ത പിണറായി വിജയനും ഒപ്പിട്ടു. ഒരു സമ്മർദ്ദം ചെലുത്തിയിട്ടില്ലല്ലോ. സമ്മർദ്ദം നിങ്ങൾക്ക് വേണം ഒപ്പിട്ടത്. ഞാൻ പറഞ്ഞു, CPIയുടെ എതിർപ്പ് കുരയ്ക്കും, കടിക്കില്ല. CPI എപ്പോഴും കുറച്ചുകൊണ്ടേയിരിക്കും, കടിക്കില്ല. അങ്ങനെയുള്ള ജനുസുകളുണ്ട്. കടിക്കുന്നവരധികം കുറയ്ക്കില്ല. കാരണം എന്താ പറയുക, ഈ 4 മന്ത്രിമാരെ അവിടെ നിന്ന് രാജിവെപ്പിക്കാൻ ഇയാൾക്ക് കഴിയുമോ? 4 മന്ത്രിമാർ ഇയാൾ പറഞ്ഞാൽ കേൾക്കില്ല. GR അനിലും രാജനും മറ്റേ പ്രസാദും മറ്റേ ചിഞ്ചുറാണിയും ബിനോയ് വിശ്വം അല്ല ഏത് സെക്രട്ടേറിയറ്റ് പറഞ്ഞാലും കേൾക്കില്ല. അവരുടെ വകുപ്പിൽ നടക്കുന്ന അഴിമതി എന്താണെന്നാണ് നിങ്ങൾ വിചാരിച്ചത്? നിങ്ങൾ റവന്യൂ വകുപ്പിലൊക്കെ ഇപ്പോൾ വളരെ നല്ല കാര്യങ്ങളാണ് നടക്കുന്നത് വിചാരിച്ച്. ഭൂലോക അഴിമതിയാണ് അവിടെയൊക്കെ നടക്കുന്നത്. ഒന്നാം തരം അഴിമതിയാണ് അവരുടെ വകുപ്പിലെല്ലാം നടക്കുന്നത്. അതുകൊണ്ട് അവരാരും തന്നെ ബിനോയ് വിശ്വം പറഞ്ഞാൽ കേൾക്കില്ല. ഒരു മന്ത്രിയും രാജിവെക്കില്ല. ബിനോയ് വിശ്വത്തിന് തൻ്റെ നിലപാട് അന്തസ്സുള്ള നിലപാടായിരുന്നെങ്കിൽ ഒരു 2 പ്രാവശ്യമെങ്കിലും 2 മാസത്തേക്കെങ്കിലും ഈ മന്ത്രിമാരെ രാജിവെപ്പിക്കാൻ പുള്ളി കഴിയുമോ? കഴിയില്ല. അപ്പോൾ ആ പാർട്ടിക്ക് യാതൊരു നിലവാരവും കേരളത്തിലില്ല. അല്ല, ഇത് കഴിഞ്ഞിട്ട് മതി. വേറെ ശബരിമല വിഷയം എങ്ങനെ മറയുന്നത്? ശബരിമല വിഷയം ഒന്നും മറയില്ല. അത് ശക്തമായിട്ട് മുമ്പോട്ട് പോവുകയാണ്. ആ കാര്യത്തിൽ അവസാനത്തെ ഗൂഢാലോചനയിലെ കുറ്റവാളിയെ പോലും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുന്നത് വരെ ആ വിഷയം തുടരും. പറഞ്ഞു. ഞാൻ സെക്രട്ടേറിയറ്റ് ഉപരോധത്തിൽ പങ്കെടുക്കില്ല എന്നുള്ള കാര്യം ഇത് നിശ്ചയിച്ച ദിവസം തന്നെ അറിയിക്കേണ്ടവർ അറിയിച്ചിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചോദ്യമാണ് ചോദിക്കുന്നത്? ഞാൻ പറയട്ടെ. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഞങ്ങൾക്കൊക്കെ അതിൻ്റേതായിട്ടുള്ള ഒരു ഇൻറ്റഗ്രിറ്റി ഉണ്ട്. കഴിഞ്ഞ 5.5 വർഷം പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന ഒരാളോടാണ് നിങ്ങൾ ചോദിക്കുന്നത് പാർട്ടിയുടെ സമരം ഞാൻ ബഹിഷ്കരിക്കും.
എന്ത് ചോദ്യമാണിത്? നിങ്ങൾ എന്താണ് നിങ്ങൾ ചോദിക്കുന്നത്? നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയത്?